ഇതാണ് ഹൊസൂർ ടൗണ്. വാസ്തവം പറയാമല്ലോ, 20 വർഷം മുമ്പ് കവി ഒന്ന് സൈഡ് പിടിച്ച് വെക്കോ. 20 വർഷം മുമ്പും ശരി ഇപ്പോഴും ശരി എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഇതുപോലെ കൺജസ്റ്റഡ് ആയിരുന്നു അന്ന് ഈ ടൗണ്. ഇതേ റഷ്, ഇതേ ബഹളം, കടകളൊക്കെ അതേപോലെ തന്നെ. ഇപ്പോൾ അവിടെ ഒരു സെറോക്സിൻ്റെ കട കണ്ടു, നല്ല ഓർമ്മയുണ്ടായിരുന്നു ആ കട. അപ്പം പോകാമല്ലോ, ഞങ്ങൾ ശിവൻകോവിലോട്ട് പോവാണ് സുഹൃത്തുക്കളെ. ഔട്ട് സൈഡൊക്കെ ഒരുപാട് മാറ്റമുണ്ടല്ലേ? പക്ഷെ നമ്മൾ കയറി വന്ന ഈ വഴിയിലല്ല, ഒരു ഈ പാറയുടെ കിടക്കൂടെ ചെറിയ ചെറിയ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അതിലേ നമ്മൾ വന്നിരുന്നത് അല്ലേ? റോഡൊക്കെ റോഡ് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നു, നമ്മളതിലേ വരാറില്ലായിരുന്നു, നമ്മൾ നടന്നല്ലേ വരാറുണ്ട്. സച്ചേ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഈ അമ്പലം? അതെ, ഇവിടത്തെ കാറ്റാണ് കാറ്റ്. ഇപ്പുറത്തോ സച്ചു, താഴെ നിന്നപ്പോൾ ഉള്ള ചൂടല്ലല്ലോ ഇപ്പോൾ ഉള്ളേ അല്ലേ? എന്താ കാറ്റ്! ഇതാണ് ഇവിടുത്തെ ഇത് കണ്ടോ, ഗോപുരവാതിൽ കണ്ടില്ലേ? ഭയങ്കര ഒരു കവാടമാണ്. ഓ വാ, ഉള്ളോട്ട് വാ. ഇതിനുള്ളോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷം ഫുള്ള് മാറും. തിരക്കായിരിക്കും. അതെ അതെ. ഇപ്പം ഞങ്ങൾ ശരിക്കും വന്നേക്കുന്നത് ഏകദേശം ഒരു 11:30-12 മണിയായപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ ഉച്ചയ്ക്ക് ഒരു അന്നദാനം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് 12:30-ക്ക്. അത് ഇതുവരെയായിട്ട് അവർ നിർത്തിയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും അത് കഴിച്ചിട്ട് നമ്മൾ പോകുന്നുള്ളൂ അല്ലേ? അതാണ് ഹൈലൈറ്റ്. ഏകാ പതുക്കെ. ആഹാ, ഇത് തണുപ്പല്ലേ? ആണ്ട ഈ കല്ലിലൊന്ന് കൈവച്ച് നോക്കി, ഫുള്ള് തണുപ്പാ. നോക്ക്. അതെ, എന്തോ തോന്നുന്നു. 20 വർഷം പുറമോട്ട് പോയതുപോലെ. അതെ, 20 വർഷം മുമ്പ് പോയി ഇതുപോലെ നടന്ന പോലെ തോന്നുന്നില്ലയോ അല്ലേ? എന്തൊക്കെ മാറ്റങ്ങൾ, എത്രയൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചല്ലേ? സന്തോഷം, ദുഃഖം, പ്രശ്നങ്ങൾ എല്ലാത്തിനെയും അതിജീവിച്ച് ഇവിടെ വരെ എത്തി. ഇനിയും അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ അല്ലേ? സന്തോഷം, അടിപൊളി. നല്ലൊരു ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വീണ്ടും തിരിച്ചു വരണമെന്നും ഇവിടെയൊക്കെ കാണണമെന്നും. ഞങ്ങൾ തീർച്ചയായിട്ടും അത് സാധിക്കാൻ പറ്റി വിചാരിച്ചതല്ല. അത് ശരിക്കും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുകയാണ്. ഇത് അമ്പലത്തിൻ്റെ ആകാശമാണ്. ഇതിനുള്ളിലാണ് ശ്രീകോവിൽ. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഇതിൻ്റെ വെളിവശം, ആ ശ്രീകോവിലിന് വെളിവശമായിട്ടുള്ള ഭാഗമാണ്. ഇപ്പോൾ കണ്ടല്ലേ, ഇത് കംപ്ലീറ്റ് കല്ലാണ്. ഇത് മുകളിലെല്ലാം കല്ല്. എന്തോ തണുപ്പാണെന്നറിയാം അതിനുള്ളിൽ. ഇനി എത്ര ചൂടുണ്ട് വെളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ പറയുക, ഒരു കുളിര്. അത് മനസ്സിൻ്റെ ഒരു തണുപ്പാണോ, ശരീരത്തിൻ്റെ തണുപ്പാണോ, സന്തോഷമുള്ള തണുപ്പാണോ എന്നറിയില്ല. പക്ഷേ നല്ല ഒരു ഫീലിംഗ് ആണ് ഇതിനുള്ളിൽ. നോക്ക്, മൊത്തം കല്ലുകളാണ്.
ഒരു അത്ഭുതമാണ് ഈ ഒരു അമ്പലം കേട്ടോ. വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. എന്തൊരു ശാന്തതയാണെന്നറിയോ അവിടെ. ഞങ്ങൾ പണ്ടൊക്കെ വരുമ്പം ആൾക്കാർ അധികം ഇല്ല, കുറവായിരുന്നു. പക്ഷെ ഇപ്പം ഈ സമയത്തായിട്ടുകൂടി അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ കവി? പണ്ട് വരുമ്പോഴേ മനുഷ്യന്മാർ കുറവായിരുന്നല്ലേ, എന്ത് ശാന്തതയായിരുന്നല്ലേ. ഇപ്പോഴും ശാന്തത കുറവില്ല. അതെ അതെ. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങി. വെളിയിൽ നല്ല ചൂടുണ്ട്. 12:30-ക്കായിരുന്നു പൂജ. ഞങ്ങൾ പൂജയൊക്കെ ചെയ്തു. ഒരുപാട് സന്തോഷം അല്ലേ കവി? ഞങ്ങളൊരു ഫീലെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഫീലാണ്. വെറുപ്പിക്കുന്നത് ക്ഷമിക്കുക, ഞങ്ങളുടെ ഒരു പേഴ്സണൽ അനുഭവങ്ങളാണല്ലോ ഇതിൽ. അന്നദാനമുണ്ട്. 3 മണി വരെ കണ്ടാണ് അന്നദാനമുള്ളത്. അപ്പം അന്നദാനം കഴിക്കാൻ വേണ്ടി പോവാം. അതെ. ചന്ദ്രചൂടേശ്വര അമ്പലത്തിലെ അന്നദാനം. താങ്ക് യു സാർ. ഞങ്ങൾ വന്നപ്പം സമയം ലേറ്റായതിൻ്റെ പേരിൽ ഇവിടെ ഭക്ഷണം ഇനി 10 പേർക്കേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ 10 പേരിൽ ഒരാളാവാൻ, ആ 3 പേരാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതുള്ളതാണ് ഞങ്ങളുടെ ഭാഗ്യം. നമ്മളതൊന്ന് പക്ഷേ എന്നിട്ടും ഒരു 5-6 പേര് ഭക്ഷണം കഴിക്കാതെ പോയി. ഞാൻ അവരോട് പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചോ, ഞാൻ മാറി നിൽക്കാൻ, പിള്ളേർ അവർ കഴിക്കട്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ അവരെല്ലാം കൂടെ തള്ളി വേഗത്തോട്ട് വിട്ടു. ശരീരം കണ്ടിട്ടാണോ ഭക്ഷണപ്രിയ നാളിനോടാണോ അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ഈ അന്നദാനം കഴിക്കാൻ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് അല്ലേ, ഞങ്ങൾക്ക് വീണ്ടും ഈ അന്നദാനം കഴിക്കാൻ കഴിഞ്ഞു. ആ പഴയ രുചി, ഈ സാമ്പാറും ഈ ചോറും, നോക്കട്ടെ പണ്ടത്തെ രുചി ഉണ്ടോന്ന്. ചന്ദ്രചൂടേശ്വര ടെമ്പിൾ ഹൊസൂർ, 20 വർഷത്തിന് ശേഷം ആ രുചി വീണ്ടും. ഉണ്ട്, ആ രുചിയുണ്ട്. പ്രത്യേകിച്ച് സാമ്പാറിന് കട്ടിക്ക് കിടക്കുന്ന കഷ്ണം, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഒരുപാട് നന്ദി. അപ്പം സുഹൃത്തുക്കളെ, മോളെ ഒരു ഹായ് പറയൂ. അപ്പോൾ ചന്ദ്രചൂടേശ്വര അമ്പലത്തിൽ നിന്ന് നല്ല മനോഹരമായ അന്നദാനം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിൽക്കൂ, ഫ്രെയിമിൽ നിന്ന് പോകുന്നുണ്ടല്ലോ. ഞങ്ങൾ മനോഹരമായ അന്നദാനം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പം ഈ അമ്പലത്തിൽ വരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇനിയും അതെ, കാരണം ഞങ്ങൾ വിവാഹിതരായതിന് ശേഷം ഞങ്ങളിവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ എടുത്ത് അന്നദാനം കഴിച്ചിട്ടുണ്ട്. കഴിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നിപ്പോയി, കാരണം ആൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞല്ലോ കുറവായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലപ്പേര് എന്താ കവി? മുക്കണ്ടപ്പള്ളി. ഇവിടെ മുക്കണ്ടപ്പള്ളി ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരു 2 നിലയുള്ള, ഒരു നിലയിലും കണ്ട് 5 വീട്, താഴെ 5 വീട്, അങ്ങനെ എന്തോ ആയിരുന്നു. സ്നേഹ സ്റ്റോഴ്സ് അല്ലേ ആ കടയുടെ പേര് അല്ലേ? അവിടെ ഒരു പലചരക്ക് കടയുണ്ടായിരുന്നു, സ്നേഹ സ്റ്റോഴ്സ്. അപ്പോൾ ആ ബിൽഡിങ്ങും ആ വീടും ഒക്കെ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല, 20 വർഷമായില്ലേ. അവിടെ ഒന്ന് പോകണം. ആ വീട് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഹൗസ് ഓണറൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇരുന്ന് കാണണം. അതാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചവർ തുടർന്നും സഹകരിക്കുക. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ആ വീട് അവിടെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോകുന്ന വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ ബൈ ബൈ. ക്യാമറാമാൻ ഭർത്താവിനൊപ്പം